Admissions open for next academic year. Pre-KG to class 12. Lakshmi Narayana Vidya Niketan, Panapuram and Lakshmi Narayana Junior School, Ottapalam. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി പി.കെ. ശശിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി പി.കെ. ശശിയുടെ നേതൃത്വത്തിൽ വിപുലമായ റോഡ് ഷോ സംഘടിപ്പിച്ചു. പത്തിരിപ്പാലം മുതൽ ഒറ്റപ്പാലം വരെയായിരുന്നു റോഡ് ഷോ നടന്നത്. തിരുവനന്തപുരം MP ശശി തരൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പുതിയ മാറ്റങ്ങൾ കൈവരിക്കാൻ യുവജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പാക്കുകയും നവീന സാങ്കേതിക വിദ്യകൾ സംസ്ഥാനത്തും ഒറ്റപ്പാലത്തും എത്തിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അതിനായി യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വരേണ്ടതുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. കാരണം അവർക്ക് ഇവിടെ തൊഴിലവസരം കാണുന്നില്ല, ജോലി സാധ്യതകൾ കാണുന്നില്ല. അതിനെ മാറ്റാൻ നമുക്ക് നല്ല കഴിവുള്ള, നാളെക്കുറിച്ച് ചിന്തിക്കുന്ന പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ വ്യക്തിബന്ധങ്ങളും അന്താരാഷ്ട്രീയ ബന്ധങ്ങളും ഉള്ള ഒരു ഐക്യജനാധിപത്യ മുന്നണി കൊണ്ടുവന്നാൽ, സർക്കാർ കൊണ്ടുവന്നാൽ നമുക്ക് ഈ നാടിന്റെ ഭാവിയെ മാറ്റാൻ സാധിക്കും. നമ്മുടെ അച്ഛനമ്മമാർക്ക് അറിയാം അവരുടെ വീട്ടിലെ മക്കളില്ലാത്തതിന്റെ ദുഃഖം. അതിനൊക്കെ മാറ്റി യുവാക്കളെ ഇവിടെ നിലനിർത്തണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പുതിയ രീതിയിലത്തെ ചിന്ത വേണ്ടി വരും. നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സംഭരണം കൊണ്ടുവരേണ്ടി വരും ഈ സംസ്ഥാനത്ത്. അതിനുവേണ്ടിയുള്ള ആവശ്യമുള്ള സഹായം നമ്മൾ ചെയ്യും. അതിനൊപ്പം പുതിയ മേഖലയെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ബയോജെനറ്റിക്സ്, ബയോടെക്നോളജിയുടെ പുതിയൊരു മേഖലയാണ്. 3 മാസം മുമ്പ് കേന്ദ്ര സർക്കാർ സ്പേസ് ടെക്നോളജിയിൽ കൂടി പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ചു. കേരളം അതിനെ സ്വീകരിക്കും. യുഡിഎഫ് നേതാക്കളായ N.K. ജയരാജൻ, PMA ജലീൽ എന്നിവരോടൊപ്പം നിരവധി പ്രവർത്തകരും പാർട്ടി ഭാരവാഹികളും റോഡ് ഷോയിൽ സജീവമായി പങ്കാളികളായി. വർഗവഞ്ചകന്റെ നിലപാടെങ്കിൽ ആ പട്ടികയിൽ ഞാൻ വരും. ഒരു വിട്ടുവീഴ്ചയും ഞാൻ കാണിക്കില്ല. കാരണം ഞാൻ ജനാധിപത്യത്തിന് വേണ്ടിയാണ് പാർട്ടിക്കകത്ത് പോരാടിയത്, നിരവധി കൊല്ലങ്ങളോളം പോരാടിയത്. അഴിമതിക്കെതിരായി പോരാടിയതാണ്. ഏറ്റവും വലിയ വർഗവഞ്ചകന്റെ അടയാളമെങ്കിൽ ആ പട്ടികയിൽ നിങ്ങൾ എന്നെ പെടുത്തിക്കോ. ഒരു കാരണവശാലും അഴിമതിയോട് ഞങ്ങൾ സന്ധി ചെയ്യില്ല. നിങ്ങൾ എന്തെല്ലാം പ്രചാരവേല നടത്തിയാലും, എന്തെല്ലാം വിശേഷണങ്ങൾ എനിക്ക് ചാർത്തി തന്നാലും ശരി, ഒരു പ്രതിരോധ ശക്തിക്കും തടുക്കാനാകാത്ത സമരധീരതയോടെ, തെളിഞ്ഞ ആത്മവിശ്വാസത്തോടെ, ചെറുക്കാനാകാത്ത ആത്മവിശ്വാസത്തോടെ ഞാനും ഞങ്ങളും മുമ്പോട്ട് കുതിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു.